ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. നാളെ നമുക്കൊരു പുതിയ വർഷം തുടങ്ങുന്നു, പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ല ഒരു വർഷം ആകട്ടെ. ഈ ഒരു വർഷം ഏറ്റവും സൗഭാഗ്യവും സമൃദ്ധിയൊക്കെ ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്ത് തന്നെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അതൊക്കെ മാറാൻ സർവീസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എനർജി എന്താണ്, നിങ്ങൾ ഇന്നേ ദിവസം എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പം ഇതൊരു ഡെത്ത് കാർഡാണ്. ഫോർട്ടിലിറ്റി വന്നിട്ടുണ്ട്, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, സാക്രിഫൈസ്, obstacles and challenges. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം കിട്ടിയ കാർഡ് ട്രാൻസ്ഫോർമേഷനാണ്, അതായത് ഡെത്ത് കാർഡ്. നിങ്ങളുടെ ആ ഒരു നമുക്കറിയാമല്ലോ, ഡെത്ത് എന്ന് പറയുമ്പം ഒരു എൻഡിങ് ആണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ, അത് നിങ്ങൾ വിഷമവും ടെൻഷനും നിങ്ങൾക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ ശരിക്കും നിരാലംബരായിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു അവസ്ഥക്ക് എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ കുറേയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. കാരണം പൊതുവെ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു വർഷം തന്നെയായിരുന്നു ഈ ഒരു സമയം. അപ്പോൾ ഇന്ന് ഈ വർഷത്തിൻ്റെ ശരിക്കും ഇത് മലയാള മാസം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമുക്കത് എൻഡ് ആകുന്നുണ്ട്, അത് ഡെത്തായി എന്നാണ് കാണുന്നത്. ഞാൻ നാളെ ചിങ്ങമാസത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങളും വേദനകളും വിഷമങ്ങളും അതൊക്കെ എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾ ഈ ഒരു സമയം അനുഭവിച്ച കുറേയധികം കാര്യങ്ങളിൽ നിന്നും കുറേയധികം പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ ട്രാൻസ്ഫോമായി നിങ്ങൾ വേറൊരു വ്യക്തിയാകാനുള്ള ഒരു സമയം കൂടിയാണിത്. നമുക്കത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ട്രാൻസ്ഫോം ആയത് എന്ന് കൂടി നോക്കാം. ഇന്നത്തെ എനർജി നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചിങ്ങമാസം ഈ ഒരു വർഷം മുതൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. കാരണം പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കുറേയധികം കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങൾ ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ്സോ നിങ്ങൾക്ക് എക്സർസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയോ പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു മാസം മുതൽ, അല്ലെങ്കിൽ ഈ ഒരു നാളെ മുതൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അടിമുടി നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എൻഡിങ് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം.
ഇത് 2 of Cups ആണ്. എന്തോ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എൻ്റെ ആക്കുന്നുണ്ടായിരിക്കാം. ഇത് എൻ്റെ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു എങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് ഇതൊരു പ്രണയമാണ്. ആ ഒരു പ്രണയം നിങ്ങൾ എൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വണ്ണം നിങ്ങൾക്ക് ഒരുപാട് പെയിനും സ്ട്രെസ്സും ഒക്കെ തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തീരുമാനിക്കുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഒരുപാട് തടസ്സങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരാൾ, ആ ആളിനെ എനിക്ക് മതി, ഇനി ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻ്റെ ആക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് പെയിൻ മാത്രമാണ് തരുന്നതെങ്കിൽ അത് എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങളോട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചോദിക്കുന്നുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെല്ലാമോ ശക്തികളായിരിക്കാം നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്, എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശാരീരികാരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മാനസികാരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഭയങ്കര ടെൻഷനിലൂടെ ഡിപ്രഷനിലൂടെ മാത്രം നിങ്ങൾ ഈ കുറേ കാലം കൊണ്ട് കടന്നു പോയത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യമായിരിക്കും, ഇതിനി ആവശ്യമുണ്ടോ, എനിക്കിനി മുന്നോട്ട് പോകാൻ ഇത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു ഉത്തരം പോലെയാണ് ഇതിനി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് അല്ല, ഇത് കുറച്ച് ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം ആ ആൾക്കാർക്ക് ഉള്ളൊരു മെസ്സേജാണ്. കാരണം ഇത് നിങ്ങളിങ്ങനെ മനഃപൂർവ്വം അത് ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടത് കൊണ്ട് ഫോഴ്സ്ഫുള്ളി അതങ്ങ് നിർത്തണം എന്നല്ല, ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനി എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ളൊരു മെസ്സേജാണത്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു തീയുണ്ട്, നിങ്ങൾ വളരെ വലിയ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ പുറത്താരോടും പറയാത്തതായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞാൽ അതൊരു സപ്പോർട്ട് കിട്ടൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉള്ളിലടക്കി വെച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങളത് മറ്റുള്ളവരുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ പാഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു. ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിൽ വീണ്ടും ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് കേട്ടോ. ഇത് ഒരു ഡെത്ത് കാർഡാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്താണ്. ഇതിലും ഒരു റീബർത്താണ്. അപ്പോൾ നിങ്ങളൊരു റീബർത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പുനർജന്മമാണ് വരാൻ പോകുന്നത്. അപ്പോൾ പാസ്റ്റിലുള്ള ആ ഒരു ശരിക്കും കഠിനമായ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയി, നിങ്ങൾ മാറ്റിവിട്ടു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് കാണുന്നത്. ഒരു പുതിയ ജന്മം എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പലരും. അപ്പം ആ പുതിയ ജന്മം എടുക്കാൻ ഉള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ജന്മം നിങ്ങൾക്ക് നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഒരു പുതിയ ജന്മം നിങ്ങൾ
പാസ്റ്റിലെ എക്സ്പീരിയൻസ്, ഒരുപാട് പാസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ക്ലെൻസ് ചെയ്ത് പിന്നെ അത് ഹീൽ ചെയ്ത് വന്നൊരു ജന്മമാണ്. അപ്പോൾ നമുക്ക് ഈ പാസ്റ്റിലെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അത് ഹീൽ ചെയ്യാതെ അടുത്ത ജന്മത്തിലേക്ക് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ജന്മത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഈ ഒരു ജന്മത്തിൽ വീണ്ടും നമ്മൾ ആ ഒരു സൈക്കിള് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോ ചീറ്റ് ചെയ്ത വ്യക്തികളോ വിഷമിപ്പിച്ച സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളത് വിട്ട് കളയുക എന്നുള്ളതാണ് ആ ഒരു കാര്യം എൻ്റെ ആയി. കാരണം അത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രം അനുഭവിച്ചു, അതിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. ആ എക്സ്പീരിയൻസ് തന്നതിന് നന്ദി. ആ വ്യക്തികളോടോ ആ ഒരു സാഹചര്യങ്ങളോടോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വൈരാഗ്യമോ വെറുപ്പോ പകയോ വിദ്വേഷമോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഹീൽ ചെയ്യപ്പെടണം. ഇതൊരു ഹീലിംഗ് ആണ്. അപ്പം പാസ്റ്റിലുള്ള ആ കാര്യം പൂർണ്ണമായി നിങ്ങൾ ഹീൽ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആ പുതിയൊരു ജന്മത്തിലേക്ക് നിങ്ങൾ കടക്കാനെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു പുതിയ ജന്മം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കിട്ടുന്നൊരു ജന്മമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഒരു ബർത്ത് എന്ന് പറയുമ്പം നമ്മൾ പാസ്റ്റ് ബർത്ത് അതൊരു നമ്മൾ നമുക്ക് അറിഞ്ഞുകൂടാ. പാസ്റ്റ് നമ്മൾ എന്തായിരുന്നു, നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ഒരു ജന്മത്തിലെ ഒരു റീബർത്തിൽ നിങ്ങൾക്കറിയാം പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, മറ്റുള്ളവർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എടുക്കുന്നൊരു റീബർത്താണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഹീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ജന്മം സ്വീകരിക്കാൻ. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. മീൻസ് വ്യക്തി തിരിച്ചു വരും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്, ഇതൊരു വിശ്വാസമില്ലായ്മയാണ്, ഈ ഒരു സെൽഫ് ഡൗട്ടാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ഡൗട്ടാണ്. അത് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ തോന്നും ഇത് ശരിയാണോ, പക്ഷെ അപ്പം തന്നെ സെയിം ടൈം നിങ്ങൾക്ക് തോന്നും ഇത് ശരിയല്ല, ഇതൊന്നും ശരിയായിരിക്കില്ല, ഞാൻ വിചാരിക്കുന്നതൊക്കെ അത് എൻ്റെ തോന്നലായിരിക്കും. പിന്നെ ആത്മവിശ്വാസക്കുറവ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ. പക്ഷേ നിങ്ങൾ ആ ഒരു സെൽഫ് ഡൗട്ടൊക്കെ മാറ്റി വെച്ച് നിങ്ങളിൽ അങ്ങ് വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് ആണ്, ജഡ്ജ്മെൻ്റ് ആണ്. അപ്പം ആ സെൽഫ് ഡൗട്ടിന് ഒരു ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വേറൊരാളായി മാറേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അത് നിങ്ങളിലേക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ എല്ലാം അതിനുള്ളൊരു ജഡ്ജ്മെൻ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് കാണുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്കത് എന്താണെന്ന്. നൈൻ ഓഫ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഈ നൈൻ ഓഫ് ഫണ്ട്സ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്നു. ചിലപ്പോൾ അതൊരു നല്ല ലൈഫിനായിരിക്കാം, സാമ്പത്തിക ഭദ്രതയ്ക്കായിരിക്കാം, ഒരു നല്ല ജോലിക്കായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഒരു വെയിറ്റിംഗ്, അതിനുള്ള ജഡ്ജ്മെൻ്റാണ് വരുന്നത്. ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ സംശയം, ആ ഒരു സംശയമൊക്കെ മാറ്റി വെച്ച് ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, എനിക്ക് പറ്റുമോ, എൻ്റെ മുന്നിലോട്ടുള്ള ജീവിതം നല്ലതായിരിക്കുമോ, ഇതൊക്കെ ആ ഒരു സെൽഫ് ഡൗട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഇതാണ്. ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്യുന്നത് ആ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ്. സാക്രിഫൈസ് ആണ്. അപ്പോൾ ജീവിതം മുഴുവൻ സാക്രിഫൈസ് ചെയ്ത ആൾക്കാരായിരിക്കാം. നിങ്ങൾ അറിവുള്ള കാലം മുഴുവൻ ചിലപ്പോൾ ജനിച്ചപ്പോൾ വീട്ടിന് വേണ്ടിയിട്ടും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അഥവാ ഇനി മാരീഡ് ആയ സമയത്ത് ഹസ്ബൻഡിനോ വൈഫിനോ കുട്ടികൾക്കോ വീട്ടിനോ ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത ആൾക്കാരായിരിക്കാം. ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മളുടെ സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ജീവിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്. കാരണം
നമ്മൾ നമ്മളുടെ കാര്യവും സന്തോഷമായിട്ട് നോക്കിയതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കാൻ. മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട എന്നല്ല, പക്ഷെ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ശരിക്കും അതിനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും അങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മളത് നമുക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളോടും കരുണയും സ്നേഹവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുക. കാരണം മറ്റൊരാളിൽ നിന്നും നമ്മളത് ആഗ്രഹിക്കുന്നതിലുപരി നമ്മൾ ചേർത്ത് പിടിക്കുക, നമ്മളെ സ്നേഹിക്കുക. നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടാണോ നമുക്ക് കുറച്ച് നമ്മളെ സന്തോഷിപ്പിക്കുക. നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന സമയം നമ്മളെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. നമ്മളെ ഒന്ന് കെയർ ചെയ്യണം എന്ന് തോന്നുന്ന സമയം നമ്മളെ ഒന്ന് കെയർ ചെയ്യുക. ഇതൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളിൽ നിന്നും നമ്മളത് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ സൗകര്യം അനുസരിച്ച് അവർ ചിലപ്പോൾ തരും, ചിലപ്പോൾ അത് നമ്മളെ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയും കാലം എൻ്റെ ലൈഫ് ഇവർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ട് അവരതെനിക്ക് തരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തരുന്നില്ലല്ലോ, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാലം കഷ്ടപ്പെടുന്നത്, എൻ്റെ സന്തോഷങ്ങൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. കാരണം നമ്മളെ സ്നേഹിച്ച് നമ്മളെ കെയർ ചെയ്ത് ജീവിച്ച് കഴിയുമ്പോൾ മറ്റൊരാൾ നമ്മളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പം സാക്രിഫൈസ് ഒക്കെ നല്ലതാണ്, പക്ഷേ അത് ഓവറാകാൻ പാടില്ല എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുത്ത് നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ആണ്, ടോഫോൺസ് ആണ്, അതും ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ്. ഇത് എല്ലാ കാർഡും ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ടോഫ് വാൺസ് ആണ്. അപ്പം ഇത് വീണ്ടും അതെയാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇത് ചെയ്യണോ, ഇത് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് മറ്റുള്ളവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ വീണ്ടും നിങ്ങൾ ആ ഒഴുക്കിനൊത്ത് വീണ്ടും ആ ഒരു കാര്യം തന്നെ വീണ്ടും തുടർന്നു പോകുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ സന്തോഷങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്ന് കാണുന്നത്. പിന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് എങ്ങനെ പോകുമ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നെത്തുന്നുണ്ടായിരിക്കാം. ആ തടസ്സങ്ങൾ അത് വിചാരിച്ച് നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങൾ വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തിന് തടസ്സം വന്നുവെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് തടസ്സം വന്നാൽ നമ്മൾ അതിൽ തന്നെ വേറെ ഒന്നിലും ചിന്തിക്കാതെ, വേറെ ഓപ്ഷൻസ് ഒന്നും എടുക്കാതെ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് തടസ്സം വരുന്നത്, ആ തടസ്സം ആ ഒരു കാര്യം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ 7 of Cups ആണുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തടസ്സം വരുന്നെങ്കിലും 7 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് വേറെ ചോയ്സ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഏത് ചോയ്സിലാണ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് തിളങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ബെറ്റർ ലൈഫിന് ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ആലോചിച്ച് ആ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറി നിങ്ങൾക്ക് വിക്ടറിയിലേക്ക് പോകാൻ പറ്റും എന്നാണ് കാണുന്നത്. ഇത് കണ്ട, നിങ്ങൾ ഇതിൽ ഈ ബോട്ടം വന്നിട്ടുള്ളത് 6 of Swordsന്റെ എനർജിയാണ്. ഒരു ശരിക്കും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്തേക്ക്, വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സുകൊണ്ടായിരിക്കാം. കാരണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ഡെത്ത് നിങ്ങൾക്കൊരു റീബർത്താണ് തന്നിട്ടുള്ളത്. ആ ഒരു റീബർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. കാരണം ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ഗൈഡ്സ് ഉണ്ട്. ഇപ്പം ഇതിൽ കുറേ ക്രോസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് നിങ്ങളുടെ ഗൈഡ്സാണ്. നിങ്ങളെ ശരിക്കും അവർ വഴി നടത്തുന്നുണ്ട്, മുന്നേ അവർ നടക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ നടന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, മറ്റുള്ളവർ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങളെ പലയിടത്തും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് ജയമാണ് കിട്ടുന്നത് എന്നാണ്
ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പൂർണ്ണമായും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കുക, ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഒരു കൃഷ്ണ ഓറക്കിളിന് ഭഗവാന് എന്താണ് പറയാനുള്ളതെന്നൊരു ചെറിയൊരു മെസ്സേജ് കൂടി നമുക്ക് നോക്കാം. ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഡിവോഷനും ഫെയ്ത്തും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ കൈവിടിയില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് പാടില്ല. അപ്പം നിങ്ങൾ പല കാര്യത്തിലും സെൽഫ് ഡൗട്ട് ഉണ്ട്. ആ സെൽഫ് ഡൗട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. ബി ഹമ്പിളാണ്. ഇപ്പം നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. അത് ഭയങ്കര ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. കുറേ സഹിച്ച് പിന്നീട് ഒരു ഡിപ്രഷനിലോട്ട് പോകും ആളുകളൊക്കെ. അപ്പോൾ ഭയങ്കര ദേഷ്യവും നിങ്ങളോടൊരു ദേഷ്യവും കൂടെ ഉള്ളവരോടൊരു ദേഷ്യവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അപ്പം അത് വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് അത് തീർക്കാതിരിക്കുക. ഒരു വിഷമമൊക്കെ മാറ്റി വെച്ച് നിങ്ങളൊന്ന് പ്രാണായാമം ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ വിട്ട് കളയരുത് എന്ന് കാണുന്നുണ്ട്. നോക്കാം. ബി ഓപ്പണാണ്. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ ആയിട്ടിരിക്കാനാണ്. നിങ്ങളുടെ ആ ഒരു ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളൊന്നും ബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഡൗട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാതിരിക്കുക. നിങ്ങളിലേക്ക് സന്തോഷം വരുന്നുണ്ട്. സറണ്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. ഏറ്റവും നല്ല വർഷവും ഏറ്റവും നല്ല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരു പുതിയ വർഷം നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.